പട്ടി സാറിന്റെ വെല്ലുവിളി താങ്കൾ ഒരു ചലഞ്ചായി ഏറ്റെടുക്കുന്നുണ്ടോ? എനിക്കൊരു നായിന്റെ മോനെ എന്നെ പേടിയില്ല. ധൈര്യമുണ്ടെങ്കിൽ അവൻ വന്ന് മുട്ടട്ടെ. അവന് ഇതുവരെ ഇല്ലാത്ത ആ പേടി ഈ നായിന്റെ മോൻ ഉണ്ടാക്കി കൊടുക്കാം. പട്ടി സാർ, ഇന്ന് റിംഗിൽ ഇറങ്ങാൻ തയ്യാറാവുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? എനിക്ക് എന്ത് ഫീൽ ചെയ്യുന്നു പറയാനല്ല ഞാനിവിടെ വന്നത്. ഇന്ന് അവനെ ഞാൻ തകർക്കും. പട്ടി സാറിന്റെ ആ ഇടി അവന് ആവശ്യമായിരുന്നു, മണ്ടൻ. ഇപ്പൊ വരുന്നു കത്തിയ തീ പോലെ ശക്തി. പച്ച ഷോട്ട്സിൽ മസിൽസ് പൊട്ടിച്ചിട്ട് പോരാട്ടത്തിന്റെ കരുത്തൻ പട്ടി സാർ. സഹോദരങ്ങളെ, അരീന തീ കൊളുത്താൻ എത്തുന്നു. സ്വർണ്ണ ഷോട്ട്സും കിടിലൻ സ്റ്റൈലും കൊണ്ട് നമ്മുടെ സ്വന്തം പൂച്ച സാർ. പൂച്ച സാറിന്റെ കണ്ണിലെ തീ അരീനയുടെ കയറുകളെ വരെ കരയിപ്പിക്കുമ്പോൾ അതാ റഫറി തമ്മിൽ തല്ലിന് തീ കൊളുത്താൻ പോകുന്നു. കാത്തിരുന്ന ആ തമ്മിൽ തല്ലിന്റെ ചാവാനുള്ള മണിയടി ശബ്ദം. ഇന്ന് ആരെങ്കിലും ഒരാള് ഇവിടെ ചാവൂ. പട്ടി സാറിന്റെ ഒരു പഞ്ച് കിട്ടാൻ തന്നെ ഭാഗ്യം ചെയ്യണം. ഇതോടെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. പൂച്ച സാറിന്റെ ഒരേ ഒരു എതിരാളി പട്ടി സാറ് തന്നെ. കിടന്ന് പിടച്ച് കളിക്കാതെ ഒന്ന് അടങ്ങി നിൽക്കടാ പൂച്ചാണ്ടി മോനെ. റിഫ്ലക്ഷൻ കിങ്ങിനോടാണോടാ പട്ടി നിന്റെ കളി? തമ്മിൽ തല്ലിന്റെ ആദ്യ പകുതി തീർന്നപ്പോഴത്തേക്കും പട്ടി സാർ വല്ലാതെ ക്ഷീണിച്ചു പോയിരിക്കുകയാണ്. ഒരു പഞ്ച് പോലും പിരിച്ചു കൊടുക്കാൻ കഴിയാതെ നമ്മുടെ പട്ടി സാർ വിയർക്കുമ്പോൾ അതാ അതിവിദഗ്ധമായി ഒഴിഞ്ഞു മാറിക്കൊണ്ട് നമ്മുടെ പട്ടി സാറിന്റെ ആ ഒരു പവർ പഞ്ച്. എന്തൊരു ഇടി! ഹോ! ആ ഇടി കണ്ടോ? അയ്യോ! നിന്റെ റിഫ്ലക്ഷൻ ഞാൻ ഇന്ന് നിർത്തി തരാടാ കാട്ടുപന്നി. തുപ്പട പന്നി, രാവിലെ കുടിച്ച പാലൊക്കെ. പട്ടി സാർ അടക്കി പിടിച്ച എല്ലാ ദേഷ്യവും അതാ അടിച്ചു തീർക്കുകയാണ്. നമ്മുടെ റഫറി എവിടെ പിടിച്ചു മാറ്റാൻ? ഇന്ന് അറിയാടാ ഇവിടെ ഫാൻസ് ആർക്കാ കൂടുതൽ കേട്ടോടാ പന്നി. കയ്യടിക്കടാ പന്നികളെ. ഇനി പൂച്ച സാറെന്ന് പറഞ്ഞ് ഒരുത്തനും ഇങ്ങോട്ട് കേറി വരണ്ട കേട്ടോടാ. എന്തൊക്കെ ബഹളമായിരുന്നു. ഒന്നും മിണ്ടാതെ ഇരിക്കടാ പന്നി. തല്ല് കഴിഞ്ഞിട്ടില്ല. 4 5 6. ഓർത്തു വെച്ചോ കുഞ്ഞെ, ബലം മാത്രം പോരാ, മനസ്സാണ് യഥാർത്ഥ ആയുധം. വീണാൽ എഴുന്നേൽക്കണം, അടിച്ചാൽ മറുപടി കൊടുക്കണം. ഒരു പോരാളി മുഷ്ടിയിൽ മാത്രമല്ല ജയിക്കുക, മനസ്സാണ് നിന്നെ ചാമ്പ്യനാക്കുന്നത്. പേടിയുണ്ടെങ്കിലും മുന്നോട്ട് പോ, പിന്നോട്ടല്ല. അതാ പൂച്ച സാർ എണീറ്റ് വരുന്നു. മക്കളെ, ഇനി ഇടിയുടെ പൊടി പൂരം. നീ ചത്തില്ലടാ പന്നി. എങ്ങനെ വീണാലും 4 കാലി വീഴാൻ പഠിച്ചവനാടാ ഞാൻ. എന്നെ വീഴ്ത്താൻ നീ ഒന്നുകൂടെ മൂക്കണം. അതാ പൂച്ച സാറിന്റെ മിന്നൽ വേഗത്തിലുള്ള ഒഴിഞ്ഞുമാറൽ. പാട്ടി സാർ വീണ്ടും വിയർക്കുന്നു. എന്താടാ, കുറെ നേരം ആയല്ലോ കിടന്ന് ഇടിക്കാൻ നോക്കുന്നു. ഇടി വായുവിൽ മാത്രം കൊള്ളുന്നുള്ളോ? വായുവിലല്ലടാ, നിന്റെ മൂക്കാമാണ്ടെ തന്നെ ഇടിച്ചു തരാടാ ഞാൻ. ചോര തുപ്പുന്ന ഇടി. പൂച്ച സാർ വീണ്ടും ചരിത്രം കുറിക്കുന്നു. തീയുണ്ട പോലെയുള്ള പൂച്ചയുടെ ഒരു അപ്പർ കട്ട്. പട്ടി സാർ അരീനയിൽ തലയിടിച്ച് വീഴുന്നു. 1 2. വീണ്ടും എതിരാളിയില്ലാത്ത ഒരേ ഒരു പോരാളി. അത് പൂച്ച സാറാണെന്ന് തെളിയിച്ചിരിക്കുന്നു. 7 8 9. ചരിത്രം വീണ്ടും 10. കുറിച്ച് പൂച്ച സാർ. അരീനയിൽ ഇന്നത്തെ യഥാർത്ഥ രാജാവ്. വിജയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എല്ലാം എൻ്റെ ഫാൻസ് കാരണമാണ്. നിങ്ങളുടെ വലിയ സപ്പോർട്ടാണ് എന്നെ ഇവിടെ ജയിപ്പിച്ചത്. താങ്ക്സ് എവ്രി വൺ. കൂടപ്പിറപ്പായി എനിക്ക് കിട്ടിയത് ഒന്നേ ഉള്ളൂ, അതെന്റെ ഈ വാശിയും ദേഷ്യവുമാണ്. കാരണം ഞാൻ ജനിച്ചത് തെരുവിലെ ചിതറിപ്പോയ കോണിലാണ്. ബാക്കിയുള്ളവർ പാലും മീനും കഴിച്ചു വളരുമ്പോൾ ഞാൻ വളർന്നത് ഒരു എല്ലിൻ കഷ്ണത്തിന് വേണ്ടിയുള്ള തല്ലിനായിരുന്നു. പോകുന്നിടത്തെല്ലാം തെരുവ് പട്ടി എന്ന പേരിൽ അടിയും അപമാനവും മാത്രം കിട്ടി. അന്നു മുതൽ എനിക്ക് സ്വപ്നം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ,
ഈ ലോകം മുഴുവൻ തനിക്ക് മുന്നിൽ തലകുനിക്കണം. നമ്മൾ തമ്മിലുള്ള പോരാട്ടമല്ല. നമ്മൾ ഒന്നിച്ചാലേ അവനെ നേരിടാൻ പറ്റുള്ളൂ. എന്നെ കൊന്നിട്ടല്ലാതെ നിനക്ക് ഈ അരീനെ വിട്ട് പുറത്തു പോകാൻ പറ്റില്ലടാ. ഇനിയും എന്റെ ഇടി കൊണ്ട് ചാവണ്ട എന്നുണ്ടെ തോൽവി സമ്മതിച്ച് ഇവിടുന്ന് ഓടിപ്പോയിക്കോടാ ചക്ക. ഞാൻ തോൽക്കില്ല. ഉമ്മ വെല്ലുവിളിച്ച് മുട്ടാൻ വന്നവൻ മുട്ടിലെഴഞ്ഞു പോകുന്നേ എല്ലാവർക്കും ഇന്നിനി കാണേണ്ടി വരും. അതാ ഒരു വണ്ടർഫുൾ അപ്പർകട്ട് പഞ്ച്. പക്ഷെ ടൈഗർ അതിലൊന്നും വീഴുന്ന ലക്ഷണം കാണുന്നില്ല. ഹി സ്റ്റിൽ ക്യാൻ ഫൈറ്റ്. എന്റെ മോനെ, തല കൊണ്ടുള്ള ആ ഇടി ടൈഗറിന്റെ മൂക്കാമണ്ടയ്ക്ക് തന്നെയാണ് കറക്റ്റ് കിട്ടിയത്. നമ്മുടെ ടൈഗർ കഞ്ചാവ് അടിച്ച ഫീലിൽ കിറങ്ങി കറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ആരേലും അയാളെ പിടിച്ചു നിർത്തും. ഇടിക്ക് പിന്നാലെ അടിയോടടി. അതാ രണ്ടാമത്തെ അടി ഒരു കിക്കായിട്ട് ടൈഗറിന്റെ മൂക്കിന് തന്നെ വീണ്ടും പത്തു. He has no pulse. Call the first aid team now. അവനത് ചോദിച്ചു വാങ്ങിയതാണ്. ഈ ആള് കൊള്ളാമല്ലോടെ ചെക്ക. നല്ല പോലെ പഞ്ച് ചെയ്യാനൊക്കെ പഠിച്ചല്ലോ നീ. നിന്റെ ആശാൻ ചത്തെന്ന് കേട്ടു. ശരിയാണോടാ കീലമേ? ചത്തിട്ട് കാലം കുറെ ആയല്ലോ. അപ്പൊ അങ്ങേര് പോയ സ്ഥിതിക്ക് എനിക്ക് ആരോടേലും എന്റെ പ്രതികാരം തീർക്കണ്ടേ? നിനക്ക് പ്രതികാരം ചെയ്യാൻ അത്രയ്ക്ക് മുട്ടി നിൽക്കുവാണേ എന്നോട് വന്ന് മുട്ടടാ. എതിരാളിയുടെ വലിപ്പം നോക്കാതെ ചെന്ന് ചാടുന്ന നിന്റെ ഈ സ്വഭാവം ഇതുവരെ മാറിയില്ലല്ലേ? എന്നെ പേടിപ്പിക്കാൻ നിന്റെ ഈ വലിപ്പം ഒന്നും പോരാ. നിന്ന് കൊണക്കാതെ വന്ന് തല്ലി വെച്ചും പോടാ. എനിക്ക് നിന്നെ അല്ല വേണ്ടത്. പോയി അവനോട് പറ എന്നോട് വന്നു മുട്ടാൻ. ഏത് കാട്ടുപണ്ണിയാടാ എന്റെ പൂച്ചാണ്ടിയുടെ ദേഹത്ത് കൈവെക്കുന്നേ? ഇത് ഏതാടാ പുതിയൊരു കീടം? കൊരക്കുന്ന പട്ടി കടിക്കില്ലെന്നാ ചൊല്ല്. ഇവൻ കടിക്കോ മോനെ? പോയി അവന്റെ വായിൽ വിരലിട്ട് നോക്ക്. അപ്പ അറിയാം അവൻ കടിക്കുവോ അതോ നക്കി തരുവോന്ന്. എന്നാ പിന്നെ അതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. വാടാ മോനെ. അങ്ങോട്ട് തന്നെയാടാ കാട്ടുപന്നി, ഞാൻ വരുന്നേ. പവർ പഞ്ച്. എന്നെ കൂട്ടാതെ തല്ലുകൂടി കളിക്കുന്നോടാ തെണ്ടികളെ. വിടട കടയാടി മോനെ. അവനെ ഇത് നമ്മൾ തമ്മിലുള്ള പോരാ. എനിക്ക് ഇവനെയോ നിന്നെയോ അല്ല വേണ്ടത്. നിന്റെ ആശാന്റെ തല തെറിച്ചൊരു മകനില്ലേ, അവനോട് വന്ന് എന്നോട് മുട്ടാൻ പറ.
ആശാൻ വരുന്നതിന് മുന്നേ നീ ഉള്ള കാര്യം പറഞ്ഞാൽ ഞാൻ നിന്റെ ഒരു കൊമ്പേ എടുക്കത്തുള്ളൂ. ആശാൻ വന്നാൽ 2 ഊരി എടുക്കും. ഞാനുള്ള കാര്യം തന്നെയാ പറഞ്ഞേ. കള്ളം പറയുന്നോടാ ചെറ്റേ. We need a beat. ഞാനൊന്ന് പുറത്തു പോയി വന്നപ്പോഴത്തേക്കും ആരാടാ ഇവന് ചുണ്ണാമ്പൊക്കെ ചവക്കാൻ കൊടുത്തേ? അത് ചുണ്ണാമ്പല്ലേ ആശാനെ. കുറച്ച് സ്നേഹം കൂടിയപ്പോ ഇവൻ അവന്റെ ഒരു പല്ല് പറിച്ചെടുത്തതാ. കൊള്ളാടാ മക്കളെ. ഇപ്പൊ ഇവനൊന്ന് ചുന്ദരനായിട്ടുണ്ട്. ചുന്ദരനായ സന്തോഷിക്കുകയല്ലേ വേണ്ടേ? എന്താടാ മുഖത്തിനൊരു വാട്ടം? എന്നോട് പിണങ്ങി നിൽക്കാണോ? എന്നെ വിട്ടേക്ക്. ഞാനും അവനും ഒരു ബന്ധവുമില്ല. ബന്ധമുണ്ടേലും ഇല്ലേലും നിന്നെ എനിക്കിനി വിടാൻ പറ്റോ? നീ ഞങ്ങളുടെ ഉച്ചക്കത്തെ ഫുഡല്ലേ? Because tonight, ladies and gentlemen, we feast. The underground roar is back. പന്തയം വെക്കുന്നവർ ഇപ്പൊ തന്നെ കുറുക്കന്റെ കയ്യിൽ പണം കൊടുത്തു നിങ്ങളുടെ വിജയിയെ ഉറപ്പിക്കൂ. വീഡിയോ കാണുന്നവർ പോളിംഗിൽ പോയി നിങ്ങളുടെ പോരാളിയെ വോട്ട് ചെയ്തു വിജയിപ്പിക്കൂ. ആദ്യമായി അരീനയിലേക്ക് കടന്നു വരുന്നു. ഒറ്റയിടിക്ക് എതിരാളിയുടെ നെഞ്ചിൻ കൂട് പൊളിച്ചെടുക്കുന്നവൻ. ഒറ്റയാൾ പോരാളിയായി ഇന്നത്തെ പോരാട്ടത്തിന്റെ തീ കൊളുത്താൻ കടന്നു വരുന്നു കാട്ടിന്റെ ഗർജനം വായാൻ. The Lion. We need a beat. എന്തടാ തന്ത ചത്തതുപോലെ അരീനയിൽ കിടന്ന് ചോര തുപ്പി ചാവാൻ വന്നതാണോ? അങ്ങനെ തുപ്പിക്കാൻ നിന്റെ തലയിലെ പൂട കുറച്ചുകൂടെ വളരാനുണ്ട്. അതാ റെഫറി തമ്മിൽ തല്ലിന് കൈ കൊടുക്കുന്നു. നമ്മുടെ സുന്ദരി കുറുക്കി ബെല്ലടിക്കുന്നു. ഇന്നിവിടെ ആര് ചാകുന്ന ആര് ചാവാതിരിക്കുന്ന ഇതാ നിങ്ങൾ കാത്തിരുന്ന നിമിഷം. കാടിന്റെ രാജാവും അതിന്റെ കിരീടമില്ലാത്ത ചക്രവർത്തിയും. പോരാട്ടം കാണാൻ വന്നവർ എന്തെങ്കിലും തന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതാ അവിടെ ഒരു നർമ്മ സംഭാഷണം നടക്കുന്നു. എന്നെ തോൽപ്പിച്ചിട്ട് ഇവിടെ നിന്ന് 4 കാലി പോകും തോന്നുന്നുണ്ടോടാ? നിന്റെ പീസിന് ചെറിയ കീടങ്ങളോട് മതി കേട്ടോടാ നായൻ. എത്രയുണ്ട് മഞ്ജു കളക്ഷൻ? വളരെ കുറവാ. പണ്ടത്തെ ആ വീറും വാശിയും ആളുകൾക്ക് ഇപ്പൊ ഇല്ല. മിക്കവാറും ഇത് കൂട്ടേണ്ടി വരും. അടികൾ തുടരുന്നു. പുലി കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്നു. സിംഹത്തിന് രക്ഷയില്ല. ഈ കളി പുലി കൊണ്ടുപോകും. കിരീടമില്ലാത്ത ചക്രവർത്തി അതാ രാജാവിനെ ഇടിച്ച് മയക്കി ഉറക്കുന്നു. എഴുന്നേറ്റ് പോടാ നായേ, ഇവിടെ കിടന്ന് ഉറങ്ങാതെ. രാജാവേ എണീക്കടാ നാറി. യെസ്, വേറെ ഒരു 100 കൂടെ കിട്ടി. മൂക്കിൽ കുത്തുമ്പോ വായിലൂടെ ചോര വരുന്ന ഒരു ട്രിക്ക് ഉണ്ടടാ എന്റെ കയ്യിൽ. ചിലപ്പോ നിന്റെ തന്ത നിനക്ക് പഠിപ്പിച്ചു തന്നു കാണില്ല. സകലരും ശ്രദ്ധിക്കുക. രാജാവ് വീണു. ഭരണം അവസാനിച്ചു. മഹായുദ്ധത്തിന്റെ ക്രൂരത ഇനി ലോകം കാണുക.
മച്ചു, ഉള്ള പൈസയൊക്കെ ബാഗിലാക്കിക്കോ. ഇതാണോടാ നിന്റെ പോരാട്ടം? ഒരു ഭീരുവിനെ പോലെ എന്നെ കെട്ടിയിട്ട് കൊല്ലുന്ന നീയാണോ ഇവരുടെ രാജാവ്? രാജാവ് അതൊക്കെ അങ്ങ് ബാലരമയിലല്ലേ മോനെ. ഇവിടെ കയ്യൂ കൊള്ളവനെ ഭരണമുള്ളൂ. പണ്ട് ഇതുപോലെ നിന്റെ തന്തയൊരുത്തൻ അരീനെ ഭരിക്കാൻ വന്നതാ. അവനെ കൊല്ലിക്കാൻ കുറച്ച് കൊരക്കേണ്ടി വന്നു. മോന്റെ മുന്നിൽ തോക്കാൻ പറ്റുമോനെ? ഒറ്റ ചവിട്ട് ചോര തുപ്പി നിന്റെ തന്ത വീണു. ഇതൊക്കെ കഴിഞ്ഞപ്പോ തന്തയ്ക്ക് ചൊറിച്ചില്ല. സ്വന്തം വർഗമാണെന്ന് പറഞ്ഞു കൂടെ ഉണ്ടായിരുന്ന ഒരു പന്നപ്പൂച്ചയെ ട്രെയിനിങ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ആ തെണ്ടിപ്പൂച്ചയെ എല്ലാരും കൂടി പൂച്ച സർ എന്ന പേരും കൊടുത്തു. അപ്പൊ ഞാൻ ആരാ, മണ്ടനോ? എനിക്ക് കിട്ടാത്ത ട്രെയിനിങ് ആർക്കും കിട്ടണ്ട. പിന്നിനെ അടിച്ച് കൊല്ലേണ്ടി വന്നു. തന്തയാണ് പോലും തന്ത. അങ്ങേരെ കൊന്ന് പ്രതികാരം വീട്ടാൻ വന്നതല്ലേ നീ? ഞാൻ നിന്നെ അങ്ങേരുടെ അടുത്തേക്ക് പറഞ്ഞയക്കാം. അവിടെ പോയി വീട്ടിക്കോ നിന്റെ പ്രതികാരം. ആശാൻ തിരഞ്ഞു നടന്ന ആ പൂച്ചാണ്ടി മോൻ വന്നല്ലോ പൂച്ച സാറേ. നിന്നെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ നാവ് വായലിട്ടിട്ടുള്ളൂ. എന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ കേട്ടു. എന്റെ ആശാൻ വളർത്തി വലുതാക്കിയേ ഒരു വിഷത്തിനെയാണെന്ന് ഇപ്പയാണ് അറിഞ്ഞത്. ഒരു സിംഹത്തിന്റെ ട്രെയിനിങ് കിട്ടിയെന്ന് വിചാരിച്ചു നീ ഒരു സിംഹമായെന്ന് വിചാരിക്കണ്ട. അതിനിവിടെ ആര് സിംഹമാവാൻ നോക്കുന്നു? ആ പദവി നീ തന്നെ വെച്ചോ. ഞാനിവിടെ വന്നേ നിന്നെ തീർക്കാനാ. നീ ഇവന്മാരെ കണ്ടോയേ? നിന്നെ പോലെ പാലും മീനും തിന്ന് വളർന്നവരല്ല. അടിക്കാൻ വന്നാ നിന്റെ വാലേതാ തലയേതാ മനസ്സിലാവാത്ത രൂപത്തിലാക്കി തരും. എന്നാൽ അതൊന്ന് കാണാലോ എനിക്ക്. വാടാ നായിന്റെ മക്കളെ. എന്റെ ആവേശം കണ്ട് എല്ലാരോടും ഒരുമിച്ച് പോവണ്ട. എനിക്ക് വലിയ തിരക്കൊന്നുമില്ല. സാവകാശം ഓരോരുത്തർ പോയി ഇടിച്ചു പഠിച്ചു അവനെ. ഞാൻ തന്നെ പോയി തീർത്തോളം. ഒരു പൂച്ച ഇറച്ചി തിന്നണമെന്ന് ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു. ഇന്നത് നടക്കും. കൊല്ലണം ആ പന്നിയെ. പൂച്ച സാർ തോക്കുവോ? പൂച്ച സാറ് തോക്കണേ ചാവണം. ഇന്ന് അവന്റെയൊക്കെ എല്ലും തോലും സാറ് വേർതിരിക്കും.
നോക്കി നിൽക്കാതെ ഇടിച്ചു കൊല്ലടാ ഈ പന്നിയെ. നിന്നെ ഒന്ന് പിടിച്ചു കിട്ടാൻ കാത്തു നിൽക്കുകയായിരുന്നടാ. എന്താടാ ഇടിച്ചു ക്ഷീണിച്ചോ? ഞാൻ വിചാരിച്ചത് നീ വരില്ലെന്നാ. ഇവിടെ കിടന്ന് ഒറ്റയ്ക്ക് ചത്താൽ ഞാൻ പിന്നെ ആരോട് പോയി അടിയുണ്ടാകും? എന്നാ വെച്ച് നീട്ടിക്കൊണ്ടു പോവാതെ ഇതങ്ങ് തീർത്താലോ? തീർത്തേക്കാം. എന്തിനാ വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്നത്? നാട്ടിലുള്ള ഞങ്ങളൊക്കെ ചത്തിട്ട് മതിയടാ, കാട്ടിലുള്ള നിന്റെയൊക്കെ അഴിഞ്ഞാട്ടം. നിന്റെ കണ്ണും മൂക്ക് ഞാൻ വേർതിരിച്ച് തരാടാ, കഴുതപ്പന്നി മോനെ. എന്താടാ മോനെ, ഒരടി കിട്ടിയപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയോ? ഒന്നുകൂടെ തരട്ടെ. ഏതാ ആ കിക്ക്? അടിപൊളി. അയ്യോടാ, അവൻ ചത്തോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ, 1-2 അടിക്കൊന്നും ആളെ കൊല്ലരുതെന്ന്. ഇപ്പൊ കണ്ടില്ലേ, പൂച്ച സാറിന് വിഷമവുമായി, എനിക്കാണെ എൻജോയ് ചെയ്യാനും പറ്റിയില്ല. എന്നോട് സത്യം ചെയ്തതാ, ഇനി ഇങ്ങനെ കുരുത്തക്കേട് കാട്ടില്ലെന്ന്. സത്യം ചെയ്താൽ നമുക്ക് പൂച്ച സാറിന് ഒരു സമ്മാനം കൊടുക്കാം. ഇതിനായിരുന്നോടാ പന്നി, വെറുതെ പോയ എന്നെ വിളിച്ചു വരുത്തിയേ. സോറിടാ മച്ചു, നിന്നെ അവൻ ഇങ്ങനെ എടുത്തിട്ട് അലക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കള്ള പന്നി. അപ്പൊ എനിക്ക് കിട്ടുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണല്ലേ വിളിച്ചോണ്ട് വന്നേ? അങ്ങനെയല്ല. ഇന്ന് വന്ന ആ കടയാടി മോൻ ഏതാ? നീയോ അവരും എന്താ ബന്ധം? അതൊരു പഴയ കഥയാണ്. അവൻ ശരിക്കും എന്നെയല്ല തേടി വന്നേ, വേറെ ഒരുത്തനെ. വേറെ ഒരുത്തനെയാണ് തേടി വന്നെങ്കിൽ നിനക്കത് പറഞ്ഞു കൊടുത്താ പോലെ. എന്തിനാ അവനോട് മുട്ടാൻ പോയേ? പക്ഷെ നിനക്ക് അറിഞ്ഞൂടാ എന്റെ സ്വഭാവം. പറ്റിപ്പോയി.
ഇവിടെ നായിന്റെ മോൻ ഞാനായിപ്പോയി. അല്ല നിന്നെ ആ തെറി വിളിക്കാമായിരുന്നു. ഇനി മേലായി ഇമ്മാര് മള്ളിക്കേസിന് എന്നെ വിളിക്കണ്ട. എങ്കിൽ നിനക്ക് ഇതിൽ ഇടപെടാതെ പോയിക്കൂടായിരുന്നു? എന്തിനാ അവൻ എന്നെ ഇട്ട് ഇടിക്കുമ്പോ ചാടി കയറി ഇടപെട്ടെ? അത് പിന്നെ എന്റെ ചോരയിൽ കൊണ്ടടാ. സ്നേഹിച്ച ജീവൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാത്രം ചാടി ഇറങ്ങി ഇറാം. ഇനി അത് പ്രതീക്ഷിക്കണ്ട. എന്റെ പ്രശ്നം ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടോളാം. നിന്നെ ഇതിലേക്ക് വലിച്ചിട്ടതിന് ക്ഷമിക്കണം. പന്നി എണീറ്റ് വന്ന് മുട്ടടാ. ഇവനാണ് നിന്റെ തലച്ചോറ് കാണാൻ മുട്ടി നിൽക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഞാനും നീയുമൊക്കെ ഒരേ വർഗമാകും. പക്ഷെ ഞാൻ സിംഹമാണ്, നീ പീറ പൂച്ചയും. നീയൊക്കെ എത്ര മുക്കിയാലും എന്റെ അരക്ക് പോലും എത്താൻ പോകുന്നില്ല. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് എന്റെ തന്ത എന്ത് കോപ്പ് കണ്ടിട്ടാ നിന്നെ ഇതൊക്കെ പഠിപ്പിച്ചത്. തന്തയെ കുറച്ചുകൂടെ നേരത്തെ തല്ലിക്കൊല്ലണമായിരുന്നു. നിന്ന് ചിലക്കാതെ വന്ന് മുട്ടടാ. എന്നാ പിന്നെ നമുക്കങ്ങ് തുടങ്ങിയാലോ? ഇന്നിവിടെ വെച്ച് എല്ലാം നമുക്ക് തീർക്കാം. ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്നും ഇന്ന് പുറത്തു പോയാൽ മതി. അപ്പോൾ നീ ചാവുമെന്ന് നീ തന്നെ ഉറപ്പിച്ചു. നിന്റെ പിടച്ചിലൊക്കെ തീർന്നോടാ പൂച്ചന്റെ മോനെ. അതോ ഇനിയും വല്ലതും കാണിക്കാനുണ്ടോ? ഒരുപാട് പേരെ കൊന്നും തിന്നും ജീവിച്ചവനാടാ ഞാൻ. അതും എന്നേക്കാൾ സൈസ് കൂടിയതിനെ. നിന്നെയൊക്കെ കൊന്നു തിന്ന എന്റെ അരവയറിന് പോലും തികയില്ല. പക്ഷെ കൊല്ലുമ്പോ കിട്ടുന്ന സുഖം അത് വേറെ തന്നെയാണ്. ചാവാൻ നേരത്തും ചിരിക്കുന്നോടാ നായേ. ചെറുപ്പം മുതലേ ഉള്ള ശീലമാണ്. എനിക്ക് എന്റെ ചുറ്റിക വേണം. ചക്ക പൊട്ടിക്കുന്ന ചുറ്റിയെ കൊണ്ട് ഒരടി അടിച്ച പൊട്ടുന്ന തരയല്ലടാ എന്റേത്.
നീയൊക്കെ എന്താടാ ഒറ്റയ്ക്കായി പോയത്? ചവറ് പോലെ കുറെ പേര് കൂടെ ഉണ്ടാകുന്നതിനേക്കാളും നല്ലതല്ലേ ഒറ്റയ്ക്കാവുന്നത്. ചങ്കുറപ്പുള്ള ഒരുത്തൻ എന്നും കൂടെ ഉണ്ടായ മതി. എന്നിട്ടിപ്പോ കിട്ടിയ നല്ലതൊന്നു പോയില്ലേ? ചങ്കെന്ന് പറയാൻ നീ എന്നും കൂടെ ഉണ്ടാവുമെന്നുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നു. ഞാനില്ലാതെ നീ ഇത്രയും കാലം എല്ലാവരെയും നേരിട്ടില്ലേ? ഇനിയും പറ്റും. സമയം കളയണ്ട, പോയി നീ വന്ന് ജോലി തീർക്ക്. എണീക്കടാ. ഇങ്ങനെ പിടിച്ചു വെച്ച് കൊല്ലാൻ മാത്രം നാണമില്ലാത്തവനാണോ നീ? ഒരുപാട് പേരെ കൊല്ലാൻ നീ തെരഞ്ഞെടുത്തിരുന്ന വഴിയല്ലേ ഇത്? അപ്പൊ നിന്റെയും അവസാനം ഇങ്ങനെ തന്നെ ആവട്ടെ. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ നിന്റെയൊക്കെ എല്ലുപോലും ചലക്കാതെടാ നാറി.